ഞാൻ ആക്ച്വലി ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചാണ്. ക്വിക്കായിട്ട് ചോദിക്കാം, ഞാൻ ഒരു മുസ്ലിം ഗേളായിട്ട് റിലേഷനിലാണ്. എൻ്റെ വീട്ടിൽ ഓക്കെയാണ്, ബട്ട് ആളുടെ വീട്ടിൽ സിംഗിൾ മോമാണ്. സോ എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യുന്നുള്ള ഒരു വൈബിൽ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ടോക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ ഉദ്ദേശിച്ച ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ടിങ് പോലെ, നിക്കാ പോലെ ജസ്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്ക് അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഇല്ല, എനിക്കും ഇല്ല. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ഞാൻ അഭിപ്രായം പറയും, പിന്നെ കിടന്ന് നിലവിളിക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾ അവരുടെ ജീവിതം കുട്ടിച്ചോറാകുന്നുണ്ടാവും. എന്തിനാണ് അത് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതേപോലെ അവർ തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വളരെ വലിയ തെണ്ടിത്തരല്ലേ അവർ ചെയ്യുന്നത്. നിങ്ങൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കണോ അതോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കുക. തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. സിംഗിൾ മോം ആയതുകൊണ്ടുള്ള സിംഗിൾ മോം ആയാലും എന്താ പ്രശ്നം? തെണ്ടിത്തരത്തിന് അതൊരു ഒരു എക്സ്ക്യൂസ് ആണത്. ഇമോഷൻ ബ്ലാക്ക്മെയിലിംഗിന് കുറച്ചും കൂടി വീര്യം കൂടും. അതെ അതെ, കറക്റ്റ്. അതാണ് അതിന് നിങ്ങൾ നിന്ന് കൊടുക്കണേ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയാം. ഞാൻ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ട്, പുള്ളിക്കാരായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് വളരെ നോർമൽ, അങ്ങനെ റൂഡാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇതിങ്ങനല്ല, നമ്മുടെ ആക്ച്വലി കേരള അല്ല, മഹാരാഷ്ട്രയിലുള്ള ആളാണ്. സോ നമ്മുടെ മസബിൽ ഇങ്ങനെ ഇല്ല, അത് പറ്റൂല, അതായത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ്. ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഒരു മുസ്ലിം സ്ത്രീ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ലെന്ന്. ഇതേപോലെ ഒരു മുസൽമാനും ഒരു മുസ്ലിമിന്റെ അവരുടെ മക്കളെ ഒരു ഹിന്ദു കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യൻ കല്യാണം കഴിക്കുന്നതിലോ പ്രശ്നമില്ലാത്തടത്തോളം കാലം, പ്രശ്നമുള്ള കാലത്തോളം ഈ ആ സത്തം വിട്ടുപോയിട്ടില്ല. അത് ഇസ്ലാം മതത്തിന്റെ ഭാഗം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അത് ഏത് രീതിയിൽ നമുക്ക് ഈ ഇമോഷൻ ബ്ലാക്ക്മെയിലിംഗ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ അസല് ഇസ്ലാമിന്റെ സ്വഭാവം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ നാടൻ കളിക്കാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതൊരു വഞ്ചനല്ലേ, അതൊരു ചതിയല്ലേ, അതൊരു ബിട്രയലല്ലേ, അതിനേക്കാളും നല്ല സത്യം പറയുന്നതല്ലേ. രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിങ്ങളെ ഒപ്പം നിന്നിട്ട് നാടൻ കളിക്കാൻ പറ്റുന്ന നിങ്ങൾ വെറുതെ വിചാരിക്കാട്ടോ. ഇതെങ്ങനെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നമായിരിക്കും. കേരളത്തിലോട്ട് പുള്ളിക്കാരെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുകയോ ചെയ്യാൻ പറ്റും. എങ്ങാനും നിങ്ങൾ ആ നാടകം അവിടുന്ന് അരക്കേറി കഴിഞ്ഞാൽ, അവിടുത്തെ മുസ്ലിങ്ങളോ വേറെ എവിടത്തേലും മുസ്ലിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന റെപ്പർക്കഷൻസ് അത് ഇതിനെക്കാളും സ്ട്രോങ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നടക്കൂല. നിങ്ങൾ ഇവിടെ വരൂ, നമ്മൾ നിങ്ങൾക്കുള്ള വഴികളൊക്കെ ഒരുക്കി തരാം. നമ്മളെ ഡിവൈഎഫ്ഐ ആംഗ്ലമാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്വീകരണം ഒരുക്കുന്നത്. അതല്ലാരും ഭായി, അത് പുള്ളിക്കാരനെ അറിയാം. ഡിവൈഎഫ്ഐ മുസ്ലിങ്ങൾ പിന്നെ ഹിന്ദുവിനെ കല്യാണം കഴിച്ചാൽ സപ്പോർട്ട് ചെയ്യുള്ളൂ, മുസ്ലിമിനെ കല്യാണം സപ്പോർട്ട് തിരിച്ചുണ്ടാവില്ല. ഭഗവാൻ ഔട്ടറാപ്പ് നമുക്ക് അവരുടെ രീതി അങ്ങനെയല്ലേ. എന്തിനാ അവരുടെ അടുത്ത് അങ്ങനെ പോയി അവരുമായിട്ട് എന്തിനാണ് ഈ സന്ധി ചേരാൻ നോക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ സൂയിസൈഡിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള ആളുകൾ സമൂഹത്തിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണിത്. നിങ്ങൾ അവരുടെ ആ ആശയം അത് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ച് നേരെയാക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളും ആ പാർട്ണറുമാണ്. നിങ്ങൾ പരസ്പരം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. അതാണ് ഇതിൽ വേണ്ടത്. അല്ലാതെ ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞതിന് പേര് നിങ്ങൾ വിട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിടാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പോയി കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റും, ഇല്ലല്ലോ. പക്ഷേ ഇതിലെ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഇത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ഉണ്ട്, മതത്തിന്റെ ഘടകമുണ്ട്, ഇതുപോലുള്ള ഈ പല പ്രശ്നങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ എന്താ വേണ്ടതെന്നുള്ളത്. അതാണ് നമ്മൾ പറയുന്നത്. ഏതായാലും അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിവൈഎഫ്ഐക്കാരൻ ഒരു കമ്മി നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പറയാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ ഓഫീസിൽ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. പോലീസിനൊന്നും നമ്മൾ ആംഗ്ലമാർ വരും. ഓക്കെ, ഡിവൈഎഫ്ഐക്കാരാണ് പറയുന്നത്. അതായത് there is no rule of law എന്ന് ഡിവൈഎഫ്ഐക്കാരാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അവർ പോലീസിന്റെ ആവശ്യമില്ല, ബിയോണ്ട് ദ പോലീസ് എന്നാണ്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രാഷ്ട്രീയക്കാരല്ല. നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്യും, എന്നിട്ട് അവരുടെ ഇരട്ടത്താപ്പ് പുറത്ത് കൊണ്ടുവരും കൂടി ചെയ്യും. ഡിവൈഎഫ്ഐ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിവൈഎഫ്ഐക്കാരാണെങ്കിൽ തന്നെ അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are not concerned about രാഷ്ട്രീയം. അവർക്ക് രാഷ്ട്രീയമേ രാഷ്ട്രത്തെ ബാധിക്കുന്നത് ഒന്നും വിഷയമില്ല. തഗ്സ്, മനസ്സിലായി? എക്സ്ട്രാ ജുഡീഷ്യറി ആയിട്ടും ലോ ആൻഡ് ഓർഡറിനെ റെസ്പെക്ട് ചെയ്യാത്തവരാണെന്ന് മനസ്സിലാക്കി. താങ്ക് യു.